എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ വിഷുദിനത്തിൽ നമ്മോടൊപ്പം ഒരു വളരെ പ്രത്യേകതയുള്ള പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷനും ആവശ്യമില്ലാത്ത ഒരു അതിഥി നമ്മോടൊപ്പം ഉണ്ട്. മറ്റാരുമല്ല, തൻ്റേതായൊരു വ്യത്യസ്തമായ വോയിസിലൂടെ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വിനീത് ശ്രീനിവാസനാണ്. അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ നമുക്കറിയാം. പേഴ്സണലായ വിഷുദിനത്തിൻ്റെ അല്ലെങ്കിൽ എന്താ പറയുക, എല്ലാ വിശേഷങ്ങളും നമുക്ക് ചോദിച്ചറിയാം. എന്തുണ്ട് വിനീത് വിശേഷം? ബേസിക്കലി ഒരു മ്യൂസിക് ആണോ ജീവിതത്തിൽ ഒരു ഏറ്റവും പ്രൈമറി ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമായിട്ട് കണക്കാക്കുന്നത്? പാട്ടുണ്ട്, പിന്നെ സിനിമ ഇഷ്ടമാണ്. സിനിമ കാണാൻ ഇഷ്ടമാണ്. അനലൈസ് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ? ലൈക്ക് നിരൂപണം ചെയ്യുക, വിമർശിക്കുക, ഫിലിംസിൻ്റെ ഓരോ ആംഗിൾ, ക്യാമറ, അങ്ങനെ പല ടെക്നിക്കൽ ഡീറ്റെയിൽസിലേക്ക് പോകാറുണ്ടോ? നമ്മൾ സിനിമ കാണുമ്പോൾ നമുക്ക് താല്പര്യമുള്ള കുറേ കാര്യങ്ങളുണ്ടാവില്ല, അതൊക്കെ ശ്രദ്ധിക്കും. അല്ലാണ്ട് ഇരുന്ന് നിരൂപണം എഴുതുന്നില്ല. ബാക്കി എന്തെങ്കിലും ഇപ്പം അച്ഛൻ ശരിക്കും ഒരു ഫീൽഡിൽ പ്രതിഭ തെളിയിച്ചൊരു വ്യക്തി എന്ന നിലയിൽ മകനാകുമ്പോൾ ആ ഒരു ഫീൽഡിലേക്ക് തിരിയാനൊരു താല്പര്യമൊക്കെ ഉണ്ടാവില്ല. എങ്ങനെയാണ് ആ താല്പര്യങ്ങളൊക്കെ? എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പം തൊട്ടേ സിനിമയോട് ഭയങ്കര താല്പര്യമാണ്. ഞാൻ മ്യൂസിക് ഞാൻ ശരിക്കും പ്ലാൻ ചെയ്തതല്ല. അത് ഫസ്റ്റ് ടൈം ഇപ്പോൾ കിളിച്ചുണ മാമ്പഴത്തിൽ പാട്ടിന് വേണ്ടിയിട്ട് പ്രിയനങ്ങൾ വിളിച്ചു, ഡയറക്ടർ പ്രിയദർശൻ. അപ്പോൾ അത് ചെയ്തു. അതിനുശേഷം പിന്നെ ഒരു 2 വർഷത്തേക്ക് പാട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതിനെ പറ്റിയിട്ട് ആലോചിച്ചിട്ടും ഉണ്ടായിരുന്നില്ല സീരിയസ് ആയിട്ട്. പക്ഷെ പണ്ടേ പാട്ടിൻ്റെ ഫീൽഡിലേക്ക് ഉണ്ടായിരുന്നു തോന്നണം അല്ലേ? യൂത്ത് ഫെസ്റ്റിവൽസിനൊക്കെ പാടാൻ ഇഷ്ടമായിരുന്നു. യൂത്ത് ഫെസ്റ്റിവൽസിനൊക്കെ ഞാൻ കോമ്പറ്റീഷൻസിനൊക്കെ എപ്പോഴും പങ്കെടുക്കുമായിരുന്നു. കിളിച്ചുണ മാമ്പഴം കഴിഞ്ഞതിന് ശേഷം ഞാൻ ചില ഫില്ലർ സോങ്സ് ഒക്കെ പാടിയായിരുന്നു. വാണ്ടഡ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട്, ഒരു ഫില്ലർ ഉണ്ടായിരുന്നു. അതിനുശേഷം രസികനിൽ ചെറിയൊരു കോറസ് ബിറ്റ് പാടിയായിരുന്നു. പക്ഷെ പിന്നെ വിഷ്വലൈസ് ചെയ്തിട്ട് ഒരു പാട്ടായിട്ട് ശരിക്കും ഒരു ത്രൂ ഔട്ട് സോങ് ആയിട്ട് വന്നത് കരളയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അച്ഛന് വേണ്ടി വോയിസ് കൊടുത്ത് മകൻ പാടുന്ന എങ്ങനെയായിരുന്നു ആ ഒരു ഓപ്പർച്യൂണിറ്റി വന്നത്? ആക്ച്വലി പെട്ടെന്ന് ഇവോൾവ് ചെയ്താണോ അതോ നേരത്തെ മ്യൂസിക് ഡയറക്ടർ ഇങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നോ? ലൈക്ക് ഇതിപ്പോൾ അതിൻ്റെ ഡയറക്ടർ റോഷൻ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. റോഷൻ ചേട്ടന് എന്നെ പാടിക്കണമെന്ന് താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി മ്യൂസിക് ഡയറക്ടർ ദീപക് ദേവിൻ്റെ അടുത്ത് എന്നെ കൊണ്ടുപോയി. പിന്നെ ദീപകേട്ടൻ പാടിച്ചു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉദയനാണ് താരത്തിൽ കൂടുതൽ ഞാൻ കമ്പോസിങ് നടക്കുന്ന സമയത്ത് ദീപകേട്ടനെ പോയി കണ്ടപ്പോൾ പുള്ളി കീബോർഡിൽ പറയാതെ അറിയാതെ ഇങ്ങനെ വായിച്ച് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, എനിക്ക് പാട്ട് ട്രൈ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു വിനീതിന് പറ്റിയ പാട്ട് കേരളയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം പറയാതെ അറിയാതെ പാടി നോക്കിയിട്ട് ഒട്ടും ശരിയായില്ല. അങ്ങനെ ഞാനിങ്ങനെ സ്റ്റുഡിയോയിൽ ഇങ്ങനെ ഡെസ്ക് പഠിച്ചിങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു കേരള ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. കേരളയെ പാടി നോക്കി. ഒരു സ്ട്രെച്ചിന് പല്ലവി കംപ്ലീറ്റ് പാടി. അപ്പോൾ ദീപകേട്ടൻ പറഞ്ഞു റെഡിയാണ് വിനീത്, നമുക്കിത് നോക്കാമെന്ന് പറഞ്ഞു. ഉദയനാണ് താരത്തിൻ്റെ റെക്കോർഡിങ്ങിന് ശേഷമാണ് ചാന്തുപൊട്ട് ചെയ്തത്. നരൻ്റെ മ്യൂസിക് ഡയറക്ടറും ദീപക് ദേവ് സാർ ആയിരുന്നു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് പക്ഷേ അതിൽ വളരെ എന്താ പറയുക, ഒരു ക്യാച്ചിങ് ആയിട്ടുള്ളൊരു ഹമ്മിങ് പോലെ ആയിരുന്നു അല്ലേ? നരൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പാടിയതിൽ എനിക്ക് ഏറ്റവും സർപ്രൈസിങ് ആയിട്ട് തോന്നിയൊരു പാട്ടാണ്. നരൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരു സ്കെലട്ടൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് അതിൻ്റെ തീം ട്രാക്കായിട്ടൊരു സോങ് വേണമെന്ന് പറഞ്ഞിട്ട് ദീപകേട്ടൻ എന്നെ വിളിച്ചു. അപ്പോൾ ദീപകേട്ടൻ 2ാമത്തെ തവണ വിളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ഫോണിൽ പറഞ്ഞു ദീപകേട്ട എന്നെ ഇനി വിളിക്കുന്നത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. വിനീതിൻ്റെ വോയിസ് ആണെന്ന് തോന്നുന്നു അല്ലേ പലപ്പോഴും ആൾക്കാരിങ്ങനെ അട്രാക്ട് ചെയ്തിട്ടുള്ളത്? ശരിക്കും കേട്ടിട്ടുള്ള വോയിസിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആണെന്ന് ശരിക്കും തോന്നിയിട്ടുണ്ടോ? സ്വയം തോന്നിയിട്ടുണ്ടോ എൻ്റെ വോയിസ് ഭയങ്കര ഡിഫറെൻ്റ് ആണെന്ന്? എനിക്കറിയില്ല. പിന്നെ ഇപ്പോൾ ഓരോ മ്യൂസിക് ഡയറക്ടേഴ്സും നമ്മളെ കൊണ്ട് പാടിക്കുന്ന ഓരോ രീതിയിലല്ലേ, അപ്പോൾ അതൊരുപാട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ദീപകേട്ടനുള്ള സ്റ്റൈലല്ല എം ജയേന്ദ്രൻ സാറിനുള്ളത്. അത് തന്നെ വേറൊരു, ഇപ്പോൾ രാജാ സാറിൻ്റെ ആണെങ്കിൽ വേറെ തന്നെ ഒരു സ്റ്റൈലാണ്. അപ്പോൾ അവർ പറയുന്നത് അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഫ്രീഡം കിട്ടാറുണ്ടോ ഇങ്ങനെ പല മ്യൂസിക് ഡയറക്ടേഴ്സിന്? ഇപ്പോൾ ചിലർ ഒത്തിരി ഫ്രീഡം തരും നമ്മുടെ അനുസരിച്ച് ഇംപ്രൂവൈസ് ചെയ്യാനൊക്കെ. ചില പാട്ടിൻ്റെ മൂഡ് പോലെയാണ്. ഇപ്പോൾ ചില പാട്ടിന് നമുക്ക് ഒരുപാട് ഫ്രീഡം തരും, ചില പാട്ടിന് ഫ്രീഡം തന്നു കഴിഞ്ഞാൽ നമ്മൾ കൊളാക്കി കളയും, അതുകൊണ്ട് തരില്ല. വിനീതിന് തോന്നിയിട്ടുണ്ടോ ഒരു പാട്ടുകാരൻ എപ്പോഴും ഇൻ്റലിജൻ്റ് ആയിരിക്കണം എന്ന്? ഒരു പാട്ടുകാരൻ ഇൻ്റലിജൻ്റ് എന്നുള്ളതിനേക്കാളും കൂടുതൽ ഒബ്സർവൻ്റ് ആയിരിക്കണം. ഒരു കാര്യം പറഞ്ഞു തരുന്ന പോലെ പാടാൻ പറ്റണം, അല്ലെങ്കിൽ നമ്മളവിടെ ഫെയിലായി പോകും. എനിക്കൊക്കെ ഒരുപാട് ഡീറ്റെയിലിംഗ് ഒക്കെ ഉള്ള പാട്ടൊക്കെ വരുമ്പോൾ പ്രശ്നമാണ്. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, വിനീത് ഒരു ആൽബം ചെയ്തിരുന്നു അല്ലേ? ഇപ്പോൾ ആൽബംസ് നമ്മൾ കുറേ റെക്കോർഡ് ചെയ്യുന്നുണ്ട്.
എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ആൽബം ഇപ്പോൾ റിലീസായിരുന്നു, മലയാളി എന്ന് പറഞ്ഞിട്ട്. ശരിക്കൊരു ആൽബം പ്രോജക്റ്റിൽ ശരിക്കും ഇൻവോൾവ് ചെയ്തത് ഇതാണ്. പാട്ട് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മലയാളിയുടെ ഫ്രണ്ട്സ് ഫോർ എവർ എന്ന് പറഞ്ഞിട്ട്. ഒരു ഡെഡിക്കേഷൻ, ഫ്രണ്ടിന് വേണ്ടി ഒരു ഡെഡിക്കേഷൻ ഒക്കെ കണ്ടായിരുന്നല്ലോ. കണ്ടിരുന്നു. അത് വളരെ ക്യാച്ചിങ് ആയിരുന്നു. കാരണം ഒരു യൂഷ്വൽ ആൽബത്തിൽ നിന്നും വ്യത്യാസം ഉണ്ടായിരുന്നല്ലോ. അതിന് വ്യത്യാസം ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ചെയ്തത്. പക്ഷേ അല്ല, ഒരു സിംഗേഴ്സ് ആണ് കൂടുതൽ അതിലിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിഷ്വൽ ചെയ്തിരിക്കുന്നത് റിയൽ ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. ഞങ്ങളുടെ ഫ്രണ്ട് അർജുൻ ഇപ്പോൾ ദുബായിൽ RJ ആയിട്ട് പോയതാണ്. അപ്പോൾ അവൻ പോകുമ്പോൾ അവന് ഫെയർവെൽ ഗിഫ്റ്റായിട്ട് ഒരു പ്രസൻറ്റ് കൊടുക്കുന്ന രീതിയിൽ തന്നെ അതിൽ ഒരു ഷോട്ട് ഉണ്ട്. അവനിങ്ങനെ ഇതിങ്ങനെ തുറന്നിട്ട് കണ്ടിട്ട് ഇങ്ങനെ. അത് ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് ശ്രീജിത്താണ് ഷൂട്ട് ചെയ്തത്. ശ്രീജിത്ത് അർജുന് ഹിഡൻ ക്യാമറയിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തത്. അല്ല, അവൻ്റെ അടുത്ത് ഞങ്ങൾ പറഞ്ഞു, ഇതിൻ്റെ അകത്ത് നിനക്കൊരു ഗിഫ്റ്റ് ഉണ്ട്, ഇതെന്താന്ന് നീ തുറന്നു നോക്കാൻ പാടില്ല, ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ക്യാമറ വെച്ചിട്ട് അവന് തുറന്നിങ്ങനെ നോക്കിയപ്പോൾ അവൻ തീരെ പ്രതീക്ഷയില്ല, എക്സ്പെക്ട് ചെയ്തില്ല. നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്തുള്ള സെഷനും പിന്നെ വിന്യാർഡ് എന്ന് പറഞ്ഞൊരു ഇത് സ്ഥലത്ത് ലൈവ് ഷോ ചെയ്യുന്ന പോലെ ഷൂട്ട് ചെയ്തതും അതിനുശേഷം ലാസ്റ്റ് അവനെ ഡെഡിക്കേറ്റ് ചെയ്ത പോലെ ഒരു CD, അതൊക്കെ ഇതിനു വേണ്ടിയിട്ട് ചെയ്തതാണ്. പക്ഷെ ഇതൊക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അവനറിയില്ലായിരുന്നു. അത് പെട്ടെന്ന് ആ ഷോട്ടിൽ സർപ്രൈസ് ഒറിജിനൽ ആയിട്ട് വന്നതാണ്. ആരെയും ഈ ഒരു കോൺസെപ്റ്റിന്റെ പുറകിൽ വിനീതായിരുന്നു? കോൺസെപ്റ്റ് എൻ്റെ ആയിരുന്നു. ഷൂട്ട് ചെയ്തൊക്കെ എൻ്റെ ഫ്രണ്ടായിരുന്നു, ശ്രീജിത്ത് എന്ന് പറഞ്ഞിട്ട്. ഈ ഫസ്റ്റ് ഫ്രണ്ട്സ് ഫോർ എവർ പുറത്ത് വന്നപ്പോൾ ആ ഒരു എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നല്ലോ കുറേ. അപ്പോൾ അതിനകത്ത് വന്നോ അതിൻ്റെ റിസൾട്ട്? ഞങ്ങൾ ഉദ്ദേശിച്ച ഒരു റിസൾട്ട് അതിന് ഉണ്ടായിരുന്നു. പിന്നെ ടെക്നിക്കലി ഒന്നും നമ്മളും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ബഡ്ജറ്റ് ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ലൈറ്റപ്പിനുള്ള എക്യുപ്മെൻറ്റ്സോ അല്ലെങ്കിൽ ഒരു തെർമോകോൾ പോലും യൂസ് ചെയ്യാണ്ടാണ് ഷൂട്ട് ചെയ്തത്. ഹാൻഡി ക്യാം വെച്ചാണ് ഷൂട്ട് ചെയ്തത്. ആ ഒരു ഫീൽ തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ക്ലാസ്മേറ്റ്സ് വരൂ വളരെ വലിയ ഹിറ്റായിരുന്നു. ക്ലാസ്മേറ്റ്സിലെ ആ ഒരു പാട്ടിൻ്റെ അനുഭവം എങ്ങനെയായിരുന്നു? ആ പാട്ട് ശരിക്കും അത് പാടുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു റിസൾട്ട് ഉണ്ടാവുന്നത്. കാരണം നല്ല പാട്ടായിരുന്നു, നല്ല ഇഷ്ടത്തോടു കൂടിയിട്ട് തന്നെയാണ് പാടിയത്. പക്ഷേ റെസ്പോൺസ് ഞാൻ വിചാരിച്ചാലൊക്കെ അപ്പുറത്തായിരുന്നു. ഞാനതിൽ വേറെയും പാട്ടുകൾ നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ കൽബിൽ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് അലക്സേട്ടൻ വീട്ടിൽ വെച്ചിട്ട് കാത്തിരുന്ന പെണ്ണല്ലേ എന്ന് പറഞ്ഞ പാട്ടൊക്കെ കേൾപ്പിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമായി. ശരി, ഇതാണ് ഈ പടത്തിലെ പാട്ടെന്നൊക്കെ വിചാരിച്ചായിരുന്നു. ആ കൂട്ടത്തിൽ എൻ്റെ പാട്ട് ശ്രദ്ധിക്കപ്പെടുന്നൊന്നും ഇത്രയും ശ്രദ്ധിക്കപ്പെടുന്ന പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നത് പാടിയ പാട്ട് എല്ലാം ഒരുവിധം ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാട്ട് റിജക്റ്റഡ് ആയിട്ട് പോയിട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. അല്ല, ചില പാട്ടൊക്കെ ശ്രദ്ധിക്കപ്പെടാണ്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ പാട്ടിൻ്റെ പേരെടുത്ത് പറയുന്നത് ശരിയല്ല. ചില പാട്ടുകൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പാടിയ ചില പാട്ടുകൾ ശ്രദ്ധിക്കപ്പെടാണ്ട് പോയിട്ടുണ്ട്. കൂടുതൽ പാട്ടുകളും ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് ഒരു ഭാഗ്യമാണ് ശരിക്കും. പിന്നെ പാട്ട് എന്നുള്ളത് അല്ലാതെ വേറെ എന്തെങ്കിലും ഫീൽഡുമായിട്ടുള്ള ഇൻട്രസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ നമ്മുടെ വ്യൂവേഴ്സായിട്ട്? എനിക്ക് സിനിമയാണ് അൾട്ടിമേറ്റ്ലി എന്താ പറയുക, സ്വപ്നവും ആഗ്രഹവും ഒക്കെ. മ്യൂസിക്കിൽ സിനിമയുടെ ലോകത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. സിനിമയുടെ ലോകത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്താ പറയാം, ശരിക്കും ചെറുപ്പം തൊട്ടേ സിനിമയോട് തന്നെയാണ് ഇഷ്ടവും താല്പര്യമൊക്കെ. എനിക്കിപ്പോഴും എന്താ പറയുക, ഒരു ദിവസം ഞാൻ ചെന്നൈയിലായിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു 4-5 മാസമായിട്ട് എപ്പോൾ വീട്ടിലുണ്ടെങ്കിലും ഓൾമോസ്റ്റ് എവറി ഡേ ഞാൻ സെക്കൻഡ് ഷോന് പോകും. എനിക്ക് ഒരു സിനിമയെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ആകെ റെസ്റ്റ്ലെസ് ആവും. സിനിമ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിലോ അല്ലെങ്കിൽ ഡയറക്ഷനിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ താല്പര്യങ്ങളുണ്ടോ? ആഗ്രഹമുണ്ട്. എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്നറിയില്ല. ഇപ്പോൾ എഴുത്തിനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ടാലൻറ്റ് വേണം, കമ്മിറ്റ്മെൻറ്റ് വേണം, എക്സ്പീരിയൻസ് വേണം. എക്സ്പീരിയൻസ് ഒന്നും നമുക്കധികമില്ലല്ലോ. എൻ്റെ അച്ഛനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ജീവിതാനുഭവം ഉണ്ട്. അവർക്കൊക്കെ ഒരുപാട് വായിച്ചിട്ടുണ്ട്. അവരൊക്കെ നമ്മളൊക്കെ മടിയന്മാരാണ്. അതുകൊണ്ട് എത്രമാത്രം എഫിഷ്യൻ്റായിട്ട് ചെയ്യാൻ പറ്റുമെന്നറിയില്ല. പക്ഷേ തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആ ഒരു ഏരിയയിലേക്കുള്ള ട്രയൽസ് വല്ലതും തുടങ്ങിയോ? ഇപ്പോൾ തന്നെ എന്തെങ്കിലും എഴുതാനോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള റിസർച്ചോ എന്തെങ്കിലും? ചെറുതായിട്ടൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഷൂട്ടും കാര്യമൊക്കെ അൾട്ടിമേറ്റ്ലി സിനിമയാണ് ഇതിൻ്റെയൊക്കെ ലക്ഷ്യം. എനിക്കിപ്പോൾ മ്യൂസിക് റിലേറ്റഡ് ഫ്രണ്ട്സ് ഉണ്ട്. സിനിമയിൽ താല്പര്യമുള്ള സുഹൃത്തുക്കളുണ്ട്. ഞങ്ങളൊരു ടീമുണ്ട്, ഞങ്ങൾക്കൊരു സർക്കിളുണ്ട്. അപ്പോൾ അതിലെല്ലാവരും ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 5-6 വർഷം കഴിഞ്ഞാൽ നിങ്ങളൊരു
ഫുൾ സെറ്റപ്പിൽ ഇവോൾവ് ചെയ്യുന്ന അർത്ഥം. 5-6 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് വയസ്സായി പോകും. ഓ, അപ്പൊ അതിനു ഒരു മുമ്പ് 2 വർഷം. അതിനു മുമ്പ് തന്നെ ചെയ്യണമെന്നുണ്ട്.